സുഹൃത്തുക്കളെ, ഇന്തോനേഷ്യയിൽ നിന്ന് വന്ന് ഞാനിപ്പോൾ മലേഷ്യയിലാണുള്ളത്. പ്രഭാത സവാരി പതിവ് പോലെ ജലൻ കാക്കിയല്ല, ഗ്രാബ് വിളിച്ചിട്ടാണ്. ഇനാനം ബസ് സ്റ്റേഷനിൽ നിന്നാണ് ഞാൻ ഗ്രാബ് ബുക്ക് ചെയ്തത്. ഒന്ന് കുളിച്ച് ഫ്രഷ് ആവണം. അള്ളാഹുവിൻ്റെ ഭവനങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ എന്തിനു ഹോട്ടൽ ബുക്ക് ചെയ്യണം? സാബ സ്റ്റേറ്റിലെ ഏറ്റവും വലിയ പള്ളി തന്നെ നമുക്ക് തിരഞ്ഞെടുക്കാം. മസ്ജിദ് നഗാരി സാബ, അവിടേക്കാണ് ഞാൻ ഗ്രാബ് ബുക്ക് ചെയ്തത്. അതിസുന്ദരമായ കോട്ടക്കിനബാലുവിൻ്റെ തെരുവീഥികളിലൂടെ ഗ്രാബ് മുന്നോട്ട് നീങ്ങി. അങ്ങ് ദൂരെ കാണുന്ന ഫലസ്തീനിലെ കുബ്ബത്തു സഫ്രായിനെ ഓർമ്മിപ്പിക്കുന്ന രീതിയിലുള്ള മഞ്ഞ കുബ്ബയാണ് നമ്മുടെ മസ്ജിദ് നഗാരി സാബ. ഞാൻ മസ്ജിദിൻ്റെ മുൻവശത്തെത്തി. ഗ്രാബുകാരന് പണവും കൊടുത്ത് തെരിമക്കാസിയും പറഞ്ഞ് ഞാൻ കാറിൽ നിന്നും പുറത്തിറങ്ങി. ഗ്രാബ് അവൻ്റെ വഴിക്കും ഞാൻ പള്ളിയിലേക്കും നടന്നു. ഒന്നിലധികം എൻട്രൻസുകളുള്ള പള്ളിയാണിത്. ഞാൻ കയറിയ പ്രവേശന കവാടത്തിനടുത്ത് വിശാലമായ ഹൗദ് സജ്ജീകരിച്ചിരിക്കുന്നു. പള്ളിയുടെ അതിമനോഹരമായ ഒറ്റമിനാരം സ്ഥാപിച്ചിരിക്കുന്നത് ഈ ഹൗദിലാണ്. മിനാരത്തിനകത്ത് സജ്ജീകരിക്കപ്പെട്ട റൂമിലേക്കുള്ള ചവിട്ടുപടികളാണിത്. 14.5 ഏക്കർ വിസ്തൃതിയിലാണ് സാബ സ്റ്റേറ്റ് മസ്ജിദ് നിർമ്മിക്കപ്പെട്ടിരിക്കുന്നത്. ജലാൻ മാത് സാലേഹ് ജലാൻ സെമ്പുലനും ഇടയ്ക്കുള്ള സെമ്പുലനിലാണ് ഈ പള്ളി സ്ഥിതി ചെയ്യുന്നത്. വാസ്തുശില്പിയായ ജുറൂബന ബത്തിഗയാണ് ഈ പള്ളി രൂപകൽപ്പന ചെയ്തത്. പാലസ്തീനിലെ അൽ അഖ്സ മസ്ജിദ്, ഇസ്താംബൂളിലെ ബ്ലൂ മസ്ജിദ്, ഡൽഹിയിലെയും ലാഹോറിലെയും ജുമാ മസ്ജിദുകൾ തുടങ്ങിയ പഴയതും പ്രശസ്തവുമായ പള്ളികളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ് പള്ളിയുടെ ഖിബ്ല വിഭാഗത്തിൽ ഉൾപ്പെടുന്ന വലിയ താഴികക്കുടം രൂപകൽപ്പന ചെയ്തിട്ടുള്ളത്. അടി ഉയരമുള്ള വലിയ ഗോപുരം നിർമ്മിച്ചിരിക്കുന്നത് മക്കയിലെ ഗ്രാൻഡ് മസ്ജിദിൻ്റെയും മദീനയിലെ പ്രവാചകരുടെ പള്ളിയുടെ മിനാരങ്ങളിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ടുകൊണ്ടാണ്. ഞാൻ വെറും 9 മാസം പ്രായമുള്ള കുഞ്ഞായിരിക്കുന്ന സമയത്ത്, അതായത് 1977 ജൂൺ 28 ഹിസ് റോയൽ ഹൈനസ് ദി പെർത്തുവാൻ അഗോങ് തുവാൻകു യഹിയ പുത്ര ഇബ്നി അൽ മർഹൂം സുൽത്താൻ ഇബ്രാഹിമാണ് ഈ പള്ളി ഉദ്ഘാടനം ചെയ്തത്. മലേഷ്യയിലെ സാബ സ്റ്റേറ്റിൻ്റെ തലസ്ഥാന നഗരിയായ കോട്ടക്കിനബാലുവിൻ്റെ ഹൃദയഭാഗത്ത് നിന്നും 2025 മാർച്ച് 8 ശനിയാഴ്ച വിശുദ്ധ റമദാനിൻ്റെ പവിത്ര ദിനരാത്രങ്ങളിലെ പ്രാർത്ഥനകളിൽ ഈ വിനീതനെയും ഉൾക്കൊള്ളിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഫൈസൽ വടപുറം. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ എല്ലാ നല്ല ഉദ്ദേശങ്ങളും പൂർത്തീകരിച്ചു തരുമാറാവട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെയൊക്കെ ആഖിറം അല്ലാഹു വെളിച്ചമാക്കി കൊടുക്കട്ടെ. നമ്മെയും നമ്മളുമായി ബന്ധമുള്ള സകലരെയും നരകമോചിതരുടെ കൂട്ടത്തിൽ അല്ലാഹു ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബദറിന്റെ രണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കോരുങ്ങി. നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ബദറിന്റെ രണാങ്കണ ധ്വനി മുഴങ്ങി, നബിയും സ്വഹാബത്തും പടക്കോരുങ്ങി.
നബി തൻ സഹചരെ അണിയായി നിർത്തി, അണിയിൽ സവാദിനും ഒരൽപ്പം തെറ്റി. ദൂതർ തിരു കയ്യിൽ ഇരിക്കും ദണ്ഡാൽ പതിയെ സവാദിന്റെ വയറ്റിൽ തട്ടി. ഒരുമിച്ചുടൻ നിൽക്കാൻ അമർ ഓതുന്നേ, ഉടനെ സവാദൽപ്പം ചൊടിച്ചു നിന്നേ. നബിയെ വിളിച്ചും കൊണ്ടതാ ചൊല്ലുന്നേ, നേശർ എനെ സങ്കടവും കേൾക്കന്നേ. ദണ്ഡാൽ ഇതാ അങ്ങൻ വയറ്റിൽ കുത്തി, ഉണ്ടായതിനാലൻ മനസ്സും കത്തി. വേണം എനിക്കും ആ നെഞ്ചിൻ താഴത്ത്, വടിയാൽ തര വേണം ഒരൊറ്റ കുത്ത്. ഉടനെ നബിയുള്ള മുഖം കൂനിച്ചേ, വടിയും സവാദിന്റെ കരത്തിൽ വച്ചേ. വീണ്ടും സവാദപ്പോൾ മൊഴിഞ്ഞ കാര്യം വിളറി അടുത്തുള്ളോർ ശ്രവിച്ച് പാരം. ഇല്ല എനെ ദേഹത്തൊരു കുപ്പായം, അങ്ങും കയറ്റണം തിരുകുപ്പായം. കേട്ട സ്വഹാബാക്കൾ തരിച്ചു നിന്നേ, കേമൻ ഉമറിന്റെ മുഖം ചുവന്നേ. സതതം നബിയുള്ള കമീസേ കേറ്റി, സകലർ അതു കണ്ട് ചുളിച്ചു നെറ്റി. കരമിലെ വടിയപ്പോൾ നിലത്തെറിഞ്ഞ്, ഇരു കൺതടങ്ങളിൽ ജലം നിറഞ്ഞ്. ധൃതിയിൽ തിരുനെഞ്ചിൽ മുഖവും ചേർത്ത്, കൊതിയാൽ മണത്ത് നേശമിൽ ഊരത്ത്. ബദറിൽ ഒരു പക്ഷേ ഷഹീദാം ഞാനേ, കൊതിയുണ്ടുമൈ ദേഹം മണക്കാൻ തേനേ. അപരാധമാണെങ്കിൽ പൊറുക്കുമുത്തേ, അതിനാൽ ഉടൻ ശിക്ഷ വിധിക്കൂ സത്തേ. ഒളിവർ നബിയുള്ള കരമുയർത്തി, ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി. ഒളിവർ നബിയുള്ള കരമുയർത്തി, ഒന്നായി സവാദിനെ അണച്ചു കൂട്ടി.